നമസ്കാരം. ആം, ഈ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉം, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. 2026 മലപ്പുറം ജില്ലയിലെ തവനൂർ നിയമസഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ രേഖകൾ, അതായത് നമ്മുടെ മുന്നിലുള്ള ഒരു സ്ക്രീൻഷോട്ടിലെ വോട്ടിംഗ് കണക്കുകൾ വെച്ച് ഒന്ന് കൃത്യമായി പരിശോധിക്കുക എന്നതാണ്. അതെ, ആ കണക്കുകൾ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. ശരിയാണ്. ഇതൊരു സാധാരണ തിരഞ്ഞെടുപ്പ് ഫലമല്ല എന്ന് ആദ്യം തന്നെ പറയട്ടെ. കാരണം സിറ്റിംഗ് MLA ആയ ഡോക്ടർ KT ജലീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ അഡ്വക്കേറ്റ് VS ജോയ് വളരെ വലിയൊരു വിജയമാണ് അവിടെ നേടിയിരിക്കുന്നത്. തീർച്ചയായും നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ അത് കേവലം ജയപരാജയങ്ങളുടെ കണക്കുകൾ മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. അല്ലേ? വേറെയും ചില കാര്യങ്ങൾ അതിലൊളിഞ്ഞിരിപ്പുണ്ട്. പോരാട്ടത്തിലേക്ക് തന്നെ വരാം. ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ ആദ്യ 2 സ്ഥാനങ്ങളിലെത്തിയ സ്ഥാനാർത്ഥികളുടെ പ്രകടനം ഇതൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതൊരു ബോക്സിംഗ് മത്സരത്തിൽ നിലവിലെ ചാമ്പ്യനെ ഒരു പുതിയ വെല്ലുവിളിക്കാരൻ വന്ന് മലർത്തിയടിക്കുന്നതിന് തുല്യമാണ്. ആ ഉപമ വളരെ ശരിയാണ്. ശരിക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കാരണം 14,647 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ്. അതായത് ഇതൊരു ഫോട്ടോ ഫിനിഷൊന്നും അല്ലല്ലോ. ഒരിക്കലുമല്ല, ഇതൊരു ഫോട്ടോ ഫിനിഷ് അല്ല. വോട്ടുകളുടെ കൃത്യമായ ശതമാനം നമ്മൾ നോക്കണം. അഡ്വക്കേറ്റ് VS ജോയി 79,661 വോട്ടുകൾ നേടി. അതായത് പോൾ ചെയ്ത വോട്ടുകളുടെ 48.6%. ഓ, 48% മുകളിൽ. അത് വളരെ കൂടുതലാണല്ലോ. അതെ, ഏതാണ്ട് പകുതിയോളം വോട്ടർമാർ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. മറുവശത്ത് സിറ്റിംഗ് MLA ആയ ഡോക്ടർ KT ജലീലിന് നേടാനായത് വെറും 55,014 വോട്ടുകൾ മാത്രമാണ്. അതായത് 39.7% അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. ഒരു മണ്ഡലത്തിൽ സിറ്റിംഗ് MLAക്ക് ഇത്രയും വോട്ടുകൾ കുറയുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 17 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ലഭിച്ച ഈ 14,000-ലധികം വോട്ടുകളുടെ വ്യത്യാസം അത് വളരെ വ്യക്തമായ ഒരു ജനവിധിയെയാണ് സൂചിപ്പിക്കുന്നത്. അതെ, 17 റൗണ്ടുകളിലായി ഈ ട്രെൻഡ് നിലനിന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ തീരുമാനം വളരെ സ്ട്രോങ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് കടക്കാം. ജയപരാജയങ്ങൾ തീരുമാനിച്ച ഈ 14,000 വോട്ടുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി മൊത്തം എത്ര പേർ വോട്ട് ചെയ്യാനെത്തി, പിന്നെ മറ്റു പാർട്ടികളുടെ അവസ്ഥ എന്തായിരുന്നു എന്നതിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. അതെ, ആ കണക്കുകൾ നമ്മളെ ചിലത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രധാന പോരാട്ടം UDFും LDFും തമ്മിലാണെങ്കിലും BJP അഥവാ NDA സ്ഥാനാർത്ഥിയായ രവി തേലത്ത് 16,039 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ശരിയാണ്, 9.8% വോട്ടുകൾ. അതെ, 10% വരുന്ന ഈ വോട്ടുകൾ വിജയിയുടെ ഭൂരിപക്ഷത്തേക്കാൾ വലുതാണെന്നതാണ് ഏറ്റവും വലിയ കൗതുകം. എനിക്കൊരു സംശയമുള്ളത്, ഈ വോട്ടുകൾ ഒരു വോട്ട് ചോർച്ചയാണോ, അതായത് ഒരു സ്പോയിലറാണോ, അതോ മണ്ഡലത്തിൽ മൂന്നാം മുന്നണി വേരുറപ്പിക്കുന്നതിന്റെ ലക്ഷണമാണോ? വളരെ കൃത്യമായ നിരീക്ഷണമാണത്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ നമ്മൾ പോളിംഗ് ശതമാനം കൂടി നോക്കേണ്ടതുണ്ട്. എന്താണ് ആ പോളിംഗ് ശതമാനം പറയുന്നത്? തവനൂരിൽ ആകെ 2,08,776 വോട്ടർമാരുള്ളതിൽ 1,63,886 പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഏതാണ്ട് 77.8% പോളിംഗ്. അത്യാവശ്യം നല്ല പോളിംഗ് ആണല്ലോ. അതെ, വളരെ ഉയർന്ന പോളിംഗ് ശതമാനമാണത്. ഈ സാഹചര്യത്തിൽ രവി തേലത്തിന് ലഭിച്ച ആ 9.8% വോട്ടുകൾ മണ്ഡലത്തിലെ ഒരു മൾട്ടിപോളാർ ഡൈനാമിക്സ് അഥവാ ബഹുധ്രുവ രാഷ്ട്രീയത്തെയാണ് കാണിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ ചിന്താഗതിക്കും മണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ടെന്ന് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നു. അത് വെറുമൊരു സ്പോയിലർ വോട്ടാണെന്ന് തള്ളിക്കളയാൻ പറ്റില്ല. അത് വളരെ ശരിയാണ്. 10,000-കണക്കിന് വോട്ടുകൾ നേടുന്ന പ്രധാനികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് 100കൾ മാത്രം വോട്ട് ലഭിച്ച, എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ വളരെ നിർണായകമായ ചില ചെറിയ ഘടകങ്ങളിലേക്കൊന്ന് കടക്കാം. അവിടെയാണ് ചില രസകരമായ രാഷ്ട്രീയ കളികൾ ഒളിച്ചിരിക്കുന്നത്. അതെ, ഞാൻ വളരെ രസകരമായൊരു കാര്യം ഈ സ്ക്രീൻഷോട്ടിൽ ശ്രദ്ധിച്ചു. 6ാമത്തെ സ്ഥാനാർത്ഥിയുടെ പേര് നോക്കൂ. അബ്ദുൾ ജലീൽ KT, സൺ ഓഫ് മൊയ്തീൻ KT.
കേട്ടിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടോ? അതെ അതെ. അദ്ദേഹത്തിന് 349 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് 0.2%. ഇത് നമ്മുടെ നാട്ടിലെ ആ പ്രശസ്തമായ അപരൻ തന്ത്രമല്ലേ? സംശയമില്ല, അത് തന്നെ. പേരിലുള്ള 2 വൈഫൈ നെറ്റ്വർക്കുകൾ കണ്ട് കൺഫ്യൂഷൻ ആകില്ലേ? ഏതാണ്ട് അതുപോലെ വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു തന്ത്രം. വളരെ നല്ലൊരു ഉദാഹരണമാണ് ആ വൈഫൈയുടെ കാര്യം. അതെ, ഇത് തെരഞ്ഞെടുപ്പുകളിലെ വളരെ സാധാരണവും എന്നാൽ കൗതുകകരവുമായ ഒരു തന്ത്രമാണ്. അപ്പോ ഡോക്ടർ KT ജലീലിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി നിർത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാം ഇദ്ദേഹം, അല്ലേ? അതെ, അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. വോട്ടിംഗ് യന്ത്രത്തിൽ ഒരേപോലത്തെ പേരുകൾ കാണുമ്പോൾ ചില വോട്ടർമാർക്കെങ്കിലും ഒരു അബദ്ധം പറ്റാം. ആ ഒരു സൈക്കോളജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ശരിയാണ്. ആ ഒരു ചെറിയ കൺഫ്യൂഷനിൽ 349 വോട്ടുകൾ മാറിപ്പോയി. എന്നാൽ ഇതിനൊപ്പം മറ്റു ചില കണക്കുകൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. തീർച്ചയായും. മറ്റു ചില പാർട്ടികളുടെ വോട്ടുകൾ കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അതെ, SDPI സ്ഥാനാർത്ഥിയായ അബ്ദുൾ ജലീലിന് ലഭിച്ചത് 2021 വോട്ടുകളാണ്. അതായത് 1.2%. ശരിയാണ്. അവിടെയും ജലീൽ എന്ന പേരുണ്ട് എന്നത് ഒരുപക്ഷേ യാദൃച്ഛികമാകാം. പക്ഷെ എനിക്കതിനേക്കാൾ ശ്രദ്ധേയമായി തോന്നിയത് നോട്ടയ്ക്ക്, അതായത് നൺ ഓഫ് ദി എബവ്, അതിന് ലഭിച്ച 802 വോട്ടുകളാണ്. 0.5% വരുമത്. അവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. ഈ നോട്ടയുടെ വോട്ടുകൾ വളരെ നിർണായകമായൊരു സൂചനയാണ് നൽകുന്നത്. അതായത് പേര് സാമ്യമുള്ള ആ അപരണി ലഭിച്ച 349 വോട്ടുകളേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകൾ ഈ പട്ടികയിലുള്ള ഒരു സ്ഥാനാർത്ഥിയോടും താൽപ്പര്യമില്ല എന്ന് രേഖപ്പെടുത്താൻ ആളുകൾ ഉപയോഗിച്ചു. അതെ, അപരന് വോട്ട് വീഴുന്നത് ഒരുപക്ഷെ ആളുകൾക്ക് പറ്റുന്നൊരു അബദ്ധം കൊണ്ടാകാം, പക്ഷെ നോട്ട എന്നത് ഒരിക്കലും ഒരു അബദ്ധമല്ല. അതൊരു കൃത്യമായ തീരുമാനമാണ്. തീർച്ചയായും. അത് വോട്ടർമാരുടെ വളരെ വ്യക്തമായ രാഷ്ട്രീയ ബോധ്യത്തെയാണ് കാണിക്കുന്നത്. ഇത്രയും പേർ ഈ സിസ്റ്റത്തോട് അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളോട് തങ്ങൾക്കുള്ള വിയോജിപ്പ് നേരിട്ട് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം പോളിംഗ് ബൂത്തിലെത്തി. അത്ഭുതം തന്നെ. അപ്പോ നമ്മൾ ഈ ചർച്ച ചുരുക്കുകയാണെങ്കിൽ, തവനൂർ മണ്ഡലത്തിലെ 2026 തിരഞ്ഞെടുപ്പ് ഫലമെന്നു പറയുന്നത് വെറുമൊരു MLAയുടെ പരാജയം മാത്രമല്ല. അല്ല, ഒരിക്കലുമല്ല. അതൊരു വലിയ പൊളിറ്റിക്കൽ പിക്ചറാണ് നമുക്ക് തരുന്നത്. അതെ, മികച്ച പോളിംഗ് ശതമാനം, പിന്നെ മൂന്നാം മുന്നണിയുടെ ശക്തമായ സാന്നിധ്യം, ഒപ്പം ഈ അപരന്മാരുടെയും നോട്ടയുടെയും കൃത്യമായ കണക്കുകൾ ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ രാഷ്ട്രീയ ചിത്രമാണ് നമ്മൾ ഇന്ന് ഈ ശ്രോതാക്കൾക്ക് മുന്നിൽ വച്ചത്. ശരിയാണ്. ഈ ഓരോ കണക്കും ഓരോ ശതമാനവും നമ്മളോട് പറയുന്നത് ഓരോ രാഷ്ട്രീയ കഥകളാണ്. അപ്പോ ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഈ കണക്കുകളൊക്കെ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു സ്ഥാനാർത്ഥിക്ക് പ്രധാന സ്ഥാനാർത്ഥിയോട് വെറും ഒരു പേര് സാമ്യമുള്ളതുകൊണ്ട് മാത്രം 349 വോട്ടുകൾ കിട്ടുന്നു. അതെ. അതേസമയം 802 പേർ ഈ പട്ടികയിലുള്ള ആരെയും വേണ്ട എന്ന് വളരെ ഉറപ്പിച്ച് തീരുമാനിക്കുന്നു. വോട്ടിംഗ് യന്ത്രത്തിലെ പേരുകളുടെ ക്രമീകരണവും അതുപോലെ വോട്ടർമാരുടെ ആ സമയത്തെ മനഃശാസ്ത്രവും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. അതെ, ഒരു പക്ഷേ ജനാധിപത്യം എന്നത് ആ 79,000 പേരുടെ വലിയ ഭൂരിപക്ഷങ്ങളുടെ മാത്രമല്ല, ഈ പറഞ്ഞ 802ന്റെയും 349ന്റെയും ഒക്കെ പോലുള്ള ചെറിയ സംഖ്യകളുടെ കൂടിയുള്ള കളിയാണ്. ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതെ, തീർച്ചയായും. ഈ കണക്കുകൾ ഇനിയും നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. അതുവരെ നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്ക് വിട നൽകുന്നു. നമസ്കാരം. നമസ്കാരം.